റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ വളരെ പ്രധാനപ്പെട്ട ഘട്ടം, അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ലോകത്തിന്റെ ശ്രദ്ധയാകർഷിച്ചതിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനത്തുള്ള ഒന്നാണ് ഈ നോർഡ് സ്ട്രീം പൈപ്പ് ലൈനിന്റെ ബ്ലാസ്റ്റ്. അതിൽ നിന്നും പുറത്തേക്ക് വന്ന വാതക ചോർച്ച, അതിന് കാരണം ആര്, ഇത് സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ 2 വർഷത്തോളം നടന്നുകൊണ്ടിരുന്നു. പെട്ടെന്ന് ജർമ്മനി ഒരു വിവരം പുറത്തിറക്കി. ഇത് ചെയ്തത് സെലൻസ്കിയുടെ ഗവൺമെന്റ് ആണെന്ന്. സെലൻസ്കിയുടെ ഗവൺമെന്റിന്റെ ഓർഡർ അനുസരിച്ചാണ് റഷ്യക്കെതിരെയുള്ള ഈ ഒരു തീവ്രവാദ ആക്രമണം നടന്നത് എന്ന്. നോർമൽ അറ്റാക്ക് അല്ല, ഒരു തീവ്രവാദ ആക്രമണം ജർമ്മനിക്കെതിരെ ഉക്രൈനിലെ ചിലർ ചെയ്തുവെന്ന് വാഷിംഗ്ടൺ പോസ്റ്റ്, വാൾ സ്ട്രീറ്റ് ജേർണൽ, ഇങ്ങനെ ഒരുപാട് മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ പുറത്തിറങ്ങി. തുടർന്ന് വീണ്ടും ഒരു ആർട്ടിക്കിൾ പുറത്തിറങ്ങി. ഇതിൽ ബന്ധപ്പെട്ടവർ ആരൊക്കെയായിരുന്നു, അവരുടെ പദ്ധതികൾ എങ്ങനെയാണ് നൽകപ്പെട്ടത്, ഇതിൽ സെലൻസ്കിയുടെ പങ്കെന്ത്, അമേരിക്കയുടെ ചാരസംഘടനയായ CIA ഇതിനുള്ളിൽ എങ്ങനെ വന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ആ ആർട്ടിക്കിളിലൂടെ പുറത്തു വന്നു. ഇതിപ്പോ വളരെ പ്രധാനപ്പെട്ട കാര്യമായാണ് ലോകം കാണുന്നത്. കാരണം ഈ ഒരു സംഭവം നടന്നപ്പോൾ തന്നെ പാശ്ചാത്യ നാടുകളിലെ പല മീഡിയാസ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, ഇത് റഷ്യയുടെ ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആണ് എന്ന്. പക്ഷെ റഷ്യ പറഞ്ഞത് ഇത് ഞങ്ങൾ ചെയ്തിട്ടില്ല, ഞങ്ങളെ ഒരു ഇൻവെസ്റ്റിഗേഷന് വേണ്ടി പോലും നിങ്ങൾ ആ സ്ഥലത്ത് അനുവദിക്കുന്നില്ല. എങ്കിലും ഞങ്ങളുടെ സ്പൈ യൂണിറ്റ്സിനെ ഉപയോഗിച്ച് ഞങ്ങൾ ചെയ്ത ഇൻവെസ്റ്റിഗേഷനിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിന് പുറകിൽ ഉക്രൈൻ ആണെന്ന്. എന്നാൽ ഇപ്പോൾ അതേ കാര്യം 2 വർഷം കഴിഞ്ഞ് അതേ മീഡിയാസ് വീണ്ടും സമ്മതിക്കുന്നു. അപ്പോൾ 2 വർഷത്തിനിടയിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? ഇപ്പോൾ ഉക്രൈനെതിരെ പല മീഡിയാസ് എങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ വിലയിരുത്തുന്നത്? ഇതിന് പുറകിൽ അമേരിക്കയുടെ മറ്റൊരു ഗെയിം ഉണ്ടെന്നും പറയുന്നു. ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വ്യക്തമായി കാണാം. നിലവിലെ സംഭവങ്ങൾ മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ആരംഭം മുതലേ മനസ്സിലാക്കേണ്ടതുണ്ട്. 2022 സെപ്റ്റംബർ മാസം 26 ഈ ഗ്യാസിലേക്കുണ്ടായി, അതായത് പ്രഷർ കുറഞ്ഞ് 17 മണിക്കൂറുകൾക്ക് ശേഷം രാത്രി ഒരു 7:03 നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ 1-ൽ നിന്ന്, നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ 2 അല്ല, ഈ 1-ൽ നിന്നായിരുന്നു ആ സമയത്ത് ഗ്യാസ് റഷ്യയിൽ നിന്ന് ആ ഒരു കമ്പനി വഴി ജർമ്മനിയിലേക്ക് ട്രാൻസ്ഫർ ആയിക്കൊണ്ടിരുന്നത്. ഈ നോർഡ് സ്ട്രീം പൈപ്പ് ലൈൻ 1-ൽ ശരിയായി ആ ഒരു 7:03 വീണ്ടും പ്രഷർ കുറയാൻ തുടങ്ങിയെന്നും അവിടെ എന്തൊരു പ്രശ്നം വരുന്നുവെന്ന് മനസ്സിലാക്കിയ ഗ്യാസ്പ്രോം അവരുടെ ചെക്കിംഗ് യൂണിറ്റ്സിനെ ആ ഒരു സ്ഥലത്തേക്ക് അയച്ചു. ഇങ്ങനെ അയച്ചതിനു ശേഷം അടുത്ത ദിവസം രാവിലെ ആയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. മൊത്തത്തിലുള്ള 4 മേജർ പൈപ്പിൽ 3 സ്ഥലങ്ങളിൽ ഒരു സ്ഫോടനം ഉണ്ടായി എന്ന്. നോർഡ് സ്ട്രീം പൈപ്പ് ലൈനിൽ മൊത്തം മെയിൻ 4 പൈപ്പ് ലൈൻ ഉണ്ട്. അതുകൂടാതെ സബ് പൈപ്പ് ലൈൻസ്, ഇങ്ങനെ മൊത്തത്തിൽ 25-ൽ കൂടുതൽ പൈപ്പ് ലൈൻസ് കടലിനടിയിലുണ്ട്. ഈ ബാൾട്ടിക് കടൽ ഭാഗത്ത് റഷ്യയിൽ നിന്ന് ജർമ്മനിയിലേക്ക് എണ്ണ എത്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പൈപ്പ് ലൈൻസ്. ഈ മൊത്തത്തിലുള്ള 4 മേജർ പൈപ്പിൽ 3 സ്ഥലങ്ങളിൽ ഒരു സ്ഫോടനം ഉണ്ടായി. എന്നാൽ തുടക്കത്തിൽ അവർ അതൊരു എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞില്ല, അണ്ടർ വാട്ടർ പ്രഷർ അല്ലെങ്കിൽ കടലിനടിയിലെ ഏതോ ഒരു സാഹചര്യം കാരണം പൈപ്പ് ലൈനിൽ ഇങ്ങനൊരു വിള്ളൽ ഉണ്ടായി എന്ന് തുടക്കത്തിൽ പറഞ്ഞു. എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം റഷ്യ പറഞ്ഞത്, ഞങ്ങൾ ഒരു കാര്യം പറയാം, ഞങ്ങളുടെ പൈപ്പ് ലൈനെ സംബന്ധിച്ച് ജിയോഗ്രഫിക്കൽ എന്തെങ്കിലും ഒരു മാറ്റം അല്ലെങ്കിൽ കടലിനടിയിലുള്ള ഒരു പ്രഷർ കാരണം ഇങ്ങനൊരു സംഭവം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. കാരണം 70 മീറ്റർ ആഴത്തിൽ ഈ ഒരു പൈപ്പ് ലൈൻസ് ഉണ്ട്. അതിനാൽ ഇങ്ങനെയുള്ള കാരണങ്ങളാൽ വിള്ളലുണ്ടാകാനുള്ള, പൊട്ടലുണ്ടാകാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്ന്. അതിനാൽ ഇത് ആർട്ടിഫിഷ്യലായി മനുഷ്യർ കാരണം ഉണ്ടാക്കിയ എന്തോ ഒരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെയൊരു സ്ഫോടനം ഉണ്ടായതും ചോർച്ചയുണ്ടായതുമെന്ന് റഷ്യയുടെ ഗ്യാസ്പ്രോം കമ്പനിയും റഷ്യയും ഇതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. പക്ഷേ ലോകനാടുകളെല്ലാം പറയാൻ തുടങ്ങിയത് ഇല്ല, ഇത് നാച്ചുറലായി ഉണ്ടായ ഒരു പ്രശ്നം മാത്രമാണ്, ഇതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിക്കാം. കാരണം ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഇന്റർനാഷണൽ വാട്ടറിലാണ്. എങ്കിലും സ്വീഡൻ, ഡെൻമാർക്ക് ഈ 2 നാടുകളുടെയും സ്പെഷ്യൽ എക്കണോമിക് സോണിനകത്താണ് ഈ എക്സ്പ്ലോഷൻ നടന്നിട്ടുള്ളത്. അതിനാൽ ഈ 2 നാടുകളും പ്രത്യേകം ഒരു അന്വേഷണ സമിതി നിർമ്മിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ജർമ്മനിയും ഒരു അന്വേഷണ സമിതി രൂപീകരിക്കുന്നു. റഷ്യയെ ആ സ്ഥലത്ത് നേരിട്ട് ഇവർ അനുവദിച്ചില്ല. എങ്കിലും റഷ്യ ഒരു അന്വേഷണ സമിതി രൂപീകരിച്ച് അവരുടെ ഭാഗത്ത് നിന്നും അവരുടെ സ്പൈ യൂണിറ്റ്സിനെ ഉപയോഗിച്ച് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. ഈ ഗ്യാസ്പ്രോമും അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാം തന്നെ ചെയ്തു. അപ്പോഴായിരുന്നു റഷ്യ ആദ്യമായി ഇതിനെക്കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകുന്നത്. അതും ഈ സ്വീഡൻ, ഡെൻമാർക്ക് അവരൊക്കെ സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കുന്നതിന് മുൻപ് റഷ്യ ഒരു കാര്യം പറഞ്ഞു. 3 സ്ഥലങ്ങളിൽ പൈപ്പ് ലൈൻ ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. ഈ 3 സ്ഥലങ്ങളിൽ ഉണ്ടായ ഡാമേജസും ആർട്ടിഫിഷ്യലായി എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ച് ചെയ്തതാണ്. റിമോട്ട് കൺട്രോൾഡ് എക്സ്പ്ലോസീവ്സ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഒരു ട്രിഗർ ചെയ്യുകയും ആ ട്രിഗറിൽ നിന്നും സെൻഡ് ആകുന്ന സിഗ്നൽസ് ഉപയോഗിച്ച് റിമോട്ട് ഓപ്പറേറ്റഡ് ഡിവൈസസ് ഉപയോഗിച്ചാണ് എക്സ്പ്ലോഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് അവർ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകി.
ഇത് ലോകം മുഴുവന്റെയും ശ്രദ്ധയാകർഷിച്ചു. ഇതിനുശേഷം ഡെൻമാർക്ക് സ്വീഡനൊക്കെ ഒരു റിപ്പോർട്ട് പുറത്തിറക്കി. അതും ഏകദേശം റഷ്യ പറഞ്ഞതുമായി മാച്ചായി. എങ്കിൽ പോലും ആരും റഷ്യയുടെ ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ അംഗീകരിച്ചില്ല. ഇതേ വാഷിംഗ്ടൺ പോസ്റ്റ്, ഇതേ വാൾ സ്ട്രീറ്റ് ജേർണൽ, ഇങ്ങനെ ഇപ്പോ ആരെല്ലാമാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നത് അവരെല്ലാവരും ആ സമയത്ത് ഈ CNN ഉൾപ്പെടെ റഷ്യ ആ സമയം പറഞ്ഞ റിപ്പോർട്ട് അംഗീകരിച്ചില്ല. അതായത് ആ സമയത്ത് സ്വീഡൻ ഡെൻമാർക്കിന്റെ റിപ്പോർട്ട് പുറത്തു വന്നില്ല. തുടക്കഘട്ടത്തിൽ റഷ്യയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷമായിരുന്നു ഈ എല്ലാ നാടുകളും റഷ്യയുടെ സ്റ്റേറ്റ്മെന്റ് അംഗീകരിക്കാത്തത്. ആ സമയത്ത് അവർ പറഞ്ഞത് ഇതൊരു പക്ഷേ ആർട്ടിഫിഷ്യൽ ആയാണ് നടന്നതെങ്കിൽ അത് തീർച്ചയായും റഷ്യ തന്നെ ചെയ്തിട്ടുണ്ടാകുമെന്ന്. ഇതൊരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞു. റഷ്യ ജർമ്മനിക്കെതിരെ നടത്തിയ ഒരു ഓപ്പറേഷനാണ് ഇതെന്ന് പറഞ്ഞു. കാരണം ജർമ്മനിക്ക് ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ ഗ്യാസ് ലീക്ക് ഉണ്ടായപ്പോൾ ജർമ്മനിയിലെ മുഴുവൻ ഇൻഡസ്ട്രിയും റൺ ചെയ്യാൻ ആവശ്യമായി ഒരു 10 ദിവസത്തിന് ആവശ്യമായ ഗ്യാസ് ഈ ഗ്യാസ് ലീക്കിലൂടെ തന്നെ നഷ്ടമായി. ആ സമയത്ത് ആ പൈപ്പ് ലൈനിലൂടെ കടക്കാവുന്ന മുഴുവൻ ഗ്യാസും റഷ്യ കടത്തി വിട്ടില്ല. വളരെ കുറവ് മാത്രമാണ് അയച്ചത്. കാരണം റഷ്യ ഉക്രൈൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. വളരെ കുറച്ച് ഗ്യാസ് മാത്രമേ അയച്ചിരുന്നുള്ളൂ. അതിനാൽ ഒരു 10 ദിവസത്തേക്ക് ജർമ്മനി എത്രത്തോളം ഗ്യാസ് ആണ് ഉപയോഗിക്കുന്നത് അത്രത്തോളം ഗ്യാസ് ഈ ഒരു എക്സ്പ്ലോഷൻ കാരണം വെറുതെ കടലിൽ ചോർന്നു പോവുകയായിരുന്നു. യാതൊരു പ്രയോജനവുമില്ലാതെ നഷ്ടമായി. ഈ ഒരു സ്ഫോടനം കാരണം യൂറോപ്പിൽ തന്നെ വലിയൊരു ഊർജ്ജ പ്രതിസന്ധിക്ക് കാരണമായി. അതിനാൽ ജർമ്മനിയിൽ ഇൻഡയറക്റ്റായി ഒരാൾ നടത്തിയ യുദ്ധമാണിതെന്ന് പറഞ്ഞു. റഷ്യ ജർമ്മനിയുടെ ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിക്കാനായി മുഴുവൻ നാറ്റോ നാടുകളെയും റഷ്യയിലേക്ക് ഒരു യുദ്ധം കൊണ്ടുവരണം എന്നതിനു വേണ്ടി റഷ്യ ചെയ്ത ഒരു ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ ആണ് ഇതെന്ന് പറഞ്ഞു. ഇനി ഈ ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എന്താണെന്ന് ഇപ്പോഴും ചിലർക്ക് അറിയില്ല. അതായത് ഒരു നാട് മറ്റൊരു നാടിനെ ആക്രമിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ഒരു വാലിഡായ റീസൺ, കാരണം ആവശ്യമാണ്. അങ്ങനെ ഒരു കാരണം കിട്ടിയില്ലെങ്കിൽ ഇവർ തന്നെ ഇവരുടെ നാട്ടിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ അവരുടെ ബോർഡറിൽ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് ആ നാട് ചെയ്തത് എന്ന് തെറ്റ് ആ നാട്ടിൽ കാണിക്കും. അങ്ങനെ തെറ്റൊന്നും ചെയ്യാത്ത ഒരു നാട്ടിൽ ഒരു കുറ്റാരോപണം നടത്തും. ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ടാക്കി പരസ്പരം ഒരു സംഘർഷാവസ്ഥ കൊണ്ടുവരുന്നതിനെയാണ് ഫാൾസ് ഫ്ലാഗ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഓപ്പറേഷനാണ് റഷ്യ ഇപ്പോൾ ചെയ്തതെന്ന് പറഞ്ഞ് എല്ലാവരും റഷ്യക്ക് നേരെ വിരൽ ചൂണ്ടാൻ തുടങ്ങി. ഇങ്ങനെ 2 വർഷത്തോളം ഇത്രത്തോളം വലിയ പ്രശ്നങ്ങളൊക്കെ നടന്നു. പിന്നീട് സ്വീഡന്റെ റിപ്പോർട്ട്, ഡെൻമാർക്ക് റിപ്പോർട്ട്, ഇതെല്ലാം പുറത്തു വന്നു. ഇങ്ങനെ ഈ അന്വേഷണം എല്ലാം അവസാനിപ്പിച്ചിട്ട് എല്ലാവരും ഒരു കാര്യം പറഞ്ഞു, ഇത് മാൻ മെയ്ഡ് കോസ് ആണ്. അങ്ങനെ ഒരു പക്ഷേ മനുഷ്യർ കാരണമാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായതെങ്കിൽ അത് റഷ്യ കാരണം തന്നെ ആയിരിക്കുമെന്ന്. ആരും ഉക്രൈന് നേരെ വിരൽ ചൂണ്ടിയതേ ഇല്ല, അങ്ങനെ വിരൽ ചൂണ്ടാൻ അനുവദിച്ചതുമില്ല. പക്ഷെ ജർമ്മനി മാത്രം ഇതിന്റെ അന്വേഷണം നടത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ നടത്തിയപ്പോൾ ജർമ്മനിക്ക് ഒരു കാര്യം മനസ്സിലായി, തീർച്ചയായും ഇതിൽ റഷ്യക്ക് യാതൊരു ബന്ധവുമില്ല എന്ന്. കാരണം റഷ്യ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഗ്യാസും അവർ കട്ട് ചെയ്തിട്ടുണ്ടാകും. 70 മീറ്റർ ആഴത്തിൽ കടൽ അത്രത്തോളം പ്രഷറിൽ വീണ്ടും പൈപ്പ് ലൈൻസ് നിർമ്മിക്കുക, ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് റഷ്യക്ക് വളരെ വലിയൊരു ചിലവേറിയ കാര്യമാണ്. കാരണം അവയിൽ ഭൂരിഭാഗവും റഷ്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഗ്യാസ് കമ്പനിയായ ഗ്യാസ്പ്രോമിന്റെ ഉടമസ്ഥതയിലാണ്. ജർമ്മനിയുടെ ചില കമ്പനികൾ ഇതിലുണ്ടെങ്കിലും മേജർ പൈപ്പ് ലൈൻ മാനേജ് ചെയ്യുന്നതും അത് കൺട്രോൾ ചെയ്യുന്നതും എല്ലാം ഈ റഷ്യയുടെ ഗ്യാസ്പ്രോം ആണ്. അതിനാൽ റഷ്യ ഇത് ചെയ്തിരിക്കാൻ സാധ്യതയില്ല എന്ന് ജർമ്മനിക്ക് നന്നായി അറിയാം. അതിനാൽ അവർ മറ്റു രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോയി. അതിന് ഒരു പ്രത്യേകം കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോഴാണ് 2023 ഒക്ടോബർ മാസത്തിൽ ആദ്യമായി അവർ ഒരു കാര്യം സ്ഥിരീകരിച്ചു. ഇത് ഉക്രൈന്റെ അപ്രൂവലോടുകൂടി ഒരു ഡൈവിംഗ് യൂണിറ്റ് ചെയ്ത പ്രവൃത്തിയാണെന്ന്. ഉന്നത റാങ്കിലുള്ള ഉക്രൈനിയൻ ജനറലും ഇതിന് പിന്നിലുണ്ടെന്ന് അവർ പറഞ്ഞു. എന്നാൽ അയാളെ അവർ വാണ്ടഡ് ലിസ്റ്റിൽ വച്ചില്ല. ഒരു പക്ഷേ ഈ ഒരു വിവരം പുറത്തു വന്നാൽ അത് റഷ്യ ഗസ് ചെയ്തെടുക്കും. അത് കാരണം പല പ്രശ്നങ്ങൾ വരുമെന്ന് മനസ്സിലാക്കിയ ജർമ്മനി ആ വിവരം വളരെ രഹസ്യമാക്കി. അയാളെ വാണ്ടഡ് ലിസ്റ്റിൽ നൽകാതെ തന്നെ അയാൾക്കായിട്ടുള്ള ഒരു തിരച്ചിൽ ജർമ്മനിയുടെ സംഘം നടത്തി. ഇവയെല്ലാം മുൻപ് നടന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ 4 ദിവസമായി നോക്കിയാൽ ഈ കാര്യത്തെക്കുറിച്ച് വലിയ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി. അതിനുള്ള കാരണം വാഷിംഗ്ടൺ പോസ്റ്റ്, വാൾ സ്ട്രീറ്റ് ജേർണൽ, ഇവയിൽ ഇത് സംബന്ധിക്കുന്ന ഒരു ആർട്ടിക്കിൾ പുറത്തിറങ്ങി. അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇതിനെങ്ങനെയാണ് ഉക്രൈൻ പദ്ധതിയിട്ടത്, ഉക്രൈൻ എന്തൊക്കെ ബന്ധമുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ അതിൽ ഒരു വ്യക്തിയുടെ പേര് അവർ കൂടുതലും ഉപയോഗിച്ചിട്ടുണ്ട്. അത് ആരാണെന്ന് നോക്കിയാൽ വ്ളാഡിമിർ സുറല്ലോ. ഇയാളുടെ സ്വദേശം ഉക്രൈനാണ്. അയാൾ ഒരു ഉക്രൈനിയനാണ്. ഇയാൾ ആഴക്കടലിൽ ചെന്ന് ഡൈവ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക, സാഹസികത ചെയ്യുക, ഇങ്ങനെ സീ ഡൈവിംഗ് യൂണിറ്റിന്റെ ഹെഡാണ് ഇയാൾ. ഇയാളുടെ നേതൃത്വത്തിൽ ഒരു 4-5 പേരടങ്ങിയ ഒരു ടീം, അതിൽ ഒരു സ്ത്രീയുമുണ്ട്. ഇവരെല്ലാവരും ചേർന്ന് ഒരു ചെറിയ രീതിയിലുള്ള കപ്പൽ റെന്റ് എടുക്കുന്നു. ആ കപ്പലിന്റെ പേര് ആൻഡ്രോമേഡ. ഇങ്ങനെ ഒരു ചെറിയ കപ്പൽ എടുത്തുകൊണ്ട് കടലിലേക്ക് പോവുകയാണ്. ഈ പുറത്തു നോക്കുന്നവർക്ക് പെട്ടെന്നൊരു കോസ്റ്റ് ഗാർഡ് നോക്കിയാൽ പോലും അതൊരു കുടുംബമാണെന്ന് തോന്നുകയുള്ളൂ. കടലിനുള്ളിലേക്ക് ഒരു ട്രിപ്പ് പോകുന്നു, വെക്കേഷൻ ട്രിപ്പിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു രീതിയിലായിരുന്നു അവരെല്ലാം പോയത്. എന്നിട്ട് ആ ഭാഗത്തുള്ള ടാനിഷ് ഐലാൻഡ്, ബോൺഹോം എന്ന് പറയും, അവിടെയായിരുന്നു എക്സ്പ്ലോസീവ്സിനെ ലേ ചെയ്തത്. അതിനുശേഷം നോർഡ് സ്ട്രീം 1 മാത്രമായിരുന്നു ആ സമയം ആക്റ്റീവ് ആയിരുന്നത്. അതിന്റെ മേജർ പൈപ്പ്സ് 3 ആണ്. കൂടാതെ നോർഡ് സ്ട്രീമിന്റെ മേജർ പൈപ്പ് 2-ലെ 1-ൽ ഇവർ എക്സ്പ്ലോസീവ് സെറ്റ് ചെയ്യുന്നു.
ഇങ്ങനെ സെറ്റ് ചെയ്ത് അവസാനിപ്പിച്ച ശേഷം അവർ ആ സ്ഥലം വിടുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് ആ പൈപ്പ് ലൈനിൽ ഒരു സ്ഫോടനം ഉണ്ടാകുന്നത്. നോർഡ് സ്ട്രീം 2 നിന്ന് ആദ്യത്തെ ഒരു സ്ഫോടനം ഉണ്ടായി. അതിന്റെ പൈപ്പുകളിൽ ഒന്നിൽ മർദ്ദം കുറയുകയും ഡാനിഷ് ദ്വീപായ ബോൺഹോമിന്റെ തെക്ക് കിഴക്ക് ഉപരിതലത്തിലേക്ക് ഈ പ്രകൃതിവാതകം ചോർന്നു പോകാനും തുടങ്ങി. എന്നാൽ പിന്നീട് 17 മണിക്കൂറുകൾക്ക് ശേഷം നോർഡ് സ്ട്രീം 1ന്റെ 2 പൈപ്പുകളിലും ഇതേ അവസ്ഥയുണ്ടായി. അതിന്റെ ഫലമായി ബോൺഹോമിന്റെ വടക്ക് കിഴക്കായി 3 വ്യത്യസ്ത ചോർച്ചകൾ ഉണ്ടായി. ഇങ്ങനെ ബാധിച്ച 3 പൈപ്പുകളും പ്രവർത്തനരഹിതമായി. ഇതിനുശേഷം അന്വേഷണങ്ങൾ ആരംഭിച്ചു. ഇതൊക്കെ നമുക്കറിയാം. ഇതായിരുന്നു നടന്ന സംഭവം. ഈ ഒരു പ്ലാനിൽ CIA സഹായിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് പറയാം. ഈ ആർട്ടിക്കിളിൽ തന്നെ പറയുന്നുണ്ട്, ഈ കാര്യങ്ങൾ സെലൻസ്കിയുടെ ഗവൺമെന്റ് പദ്ധതിയിടുമ്പോൾ അത് CIA മണത്തറിഞ്ഞിരുന്നു. അങ്ങനെ ഇങ്ങനൊരു സംഭവം നടക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ സെലൻസ്കിയോട് ഈ ഒരു ദൗത്യത്തിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെട്ടു. കാരണം ഇതൊരു സാധാരണ പ്രശ്നമേ അല്ല. ജർമ്മനി നാറ്റോയിലുള്ള ഒരു നാടാണ്. മറ്റൊരു ഭാഗത്ത് റഷ്യയാണുള്ളത്. നാറ്റോ രൂപം കൊണ്ടതിന് കാരണം തന്നെ റഷ്യ കൗണ്ടർ ചെയ്യാനാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ 2 നാടുകൾക്കും ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ തീർച്ചയായും റഷ്യ തന്നെയായിരിക്കും ബ്ലെയിം ചെയ്യുക. അതിനാൽ ഇങ്ങനൊരു വാർത്ത കേട്ടതും CIA ചെയ്തത് ഈ ഒരു ദൗത്യം നടക്കാൻ പാടില്ല. ഇതിന് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. വരാൻ പോകുന്ന ദിവസങ്ങളിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഇത് കാരണം ഉണ്ടാകും എന്ന് പറഞ്ഞ് സെലൻസ്കിയുടെ ഗവൺമെന്റിനോട് ഇതിൽ നിന്നും പിന്മാറാൻ ആവശ്യപ്പെട്ടു. തുടക്കത്തിൽ സെലൻസ്കിയും ഈ ദൗത്യത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചു. അമേരിക്കയോട് ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്തു, ഞങ്ങൾ ഈ പദ്ധതി ചെയ്യില്ല, ഈ മിഷനിൽ നിന്നും ഞങ്ങൾ പിന്മാറാമെന്ന് പറഞ്ഞു. പക്ഷെ അടുത്ത ചില ദിവസത്തിൽ വളരെ പെർഫെക്റ്റായി ഇത് നടപ്പിലാക്കുകയും ചെയ്തു. സാധാരണക്കാരായ ജനങ്ങളുടെ സഹായത്തോടെ ഉക്രൈനിൽ നിന്നുള്ള സൈനികരാണ് ഈ അട്ടിമറിക്ക് പിന്നിലെന്നും ആ ഒരു ആർട്ടിക്കിളിൽ പറയുന്നു. ഉന്നത റാങ്കിലുള്ള ഉക്രൈനിയൻ ജനറലായിരുന്നു ഈ നീക്കത്തിന് പിന്നിൽ. ഇതെല്ലാം വാൾ സ്ട്രീം ജേർണലിൽ വന്നതാണ്. ഇപ്പോൾ ഈ നടന്ന് അവസാനിച്ച കാര്യങ്ങളെല്ലാം അറിയുമ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാം. ഇവയെല്ലാം ഉക്രൈൻ വളരെ പദ്ധതിയോടുകൂടി ചെയ്ത ഒരു ടെറർ അറ്റാക്കാണെന്ന് ആർട്ടിക്കിളിൽ അവർ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇത്രയും ദിവസം ഉക്രൈൻ നടത്തിക്കൊണ്ടിരുന്ന ഗെയിം എന്നത് ഇപ്പോൾ പകൽ വെളിച്ചം പോലെ എല്ലാവരും കാണുന്നുണ്ട്. ഇതേ അമേരിക്ക, ഇതേ വെസ്റ്റേൺ മീഡിയാസും ആ സമയം പറഞ്ഞത് ഇത് ചെയ്തത് റഷ്യയാണ്, റഷ്യയാണ് ഇതിന് പിന്നിലുള്ളത് എന്ന് റഷ്യ എല്ലാവരും കുറ്റം പറയാൻ തുടങ്ങി. ഇപ്പോൾ അതേ മീഡിയാസ് തന്നെ ഈ ഒരു വിവരം പുറത്തിറക്കാൻ തുടങ്ങി, ഇത് ചെയ്തത് റഷ്യ അല്ല ഉക്രൈൻ ആണെന്ന്. അപ്പോ ഈ 2 വർഷത്തിനുള്ളിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. ഈ പൈപ്പ് ലൈൻ ഡാമേജ് ആയപ്പോൾ എല്ലാ മീഡിയാസിലും വന്ന വാർത്ത നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്താൽ മനസ്സിലാകും എത്രത്തോളം വലിയൊരു സമ്മർദ്ദമായിരുന്നു ആ സമയത്ത് റഷ്യക്ക് ഉണ്ടായിരുന്നത്. ഈ ഒരു കാര്യത്തെ മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് റഷ്യ പല സ്ഥലങ്ങളിലും കോർണർ ചെയ്യാൻ തുടങ്ങി. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, നിങ്ങളുടെ ഉക്രൈൻ യുദ്ധത്തിന് വേണ്ടി ഒരു കൊമേഴ്ഷ്യൽ യൂസേജിന് വേണ്ടിയിട്ടുള്ള പൈപ്പ് ലൈനെ പോലും നിങ്ങൾ നശിപ്പിച്ചു എന്ന്. അങ്ങനെ ഈ 2 വർഷവും ലോകം അത് തന്നെയാണ് വിശ്വസിച്ചത്, റഷ്യയാണത് ചെയ്തത് എന്ന്. പക്ഷെ അതേ മീഡിയാസ് തന്നെ ഇപ്പൊ മാറ്റി പറയുന്നത് കൊണ്ട് നമുക്ക് തന്നെ ഒരു ചോദ്യം വരാം, ഈ വെസ്റ്റേൺ മീഡിയാസ് എപ്പോഴും ഇങ്ങനെ തന്നെയാണോ എന്ന്? എല്ലാ കാര്യങ്ങളിലും ഇവർ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന്? ഇവർ റഷ്യക്കെതിരെയുള്ള വാർത്തകൾ മാത്രമാണോ പുറത്ത് സ്പ്രെഡ് ചെയ്യുന്നത് എന്ന് പുറത്തെല്ലാവർക്കും ഒരു സംശയം വരാൻ തുടങ്ങി. പല സ്ഥലങ്ങളിലും അത് സത്യമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ശരി, ഇപ്പോൾ ഈ ഒരു ആക്രമണത്തിൽ, ഈ ഒരു സ്ഫോടനത്തിൽ ഒരുപാട് പേർക്ക് ബന്ധമുണ്ട്, അതായത് സാധാരണ ജനങ്ങൾ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവരാരെങ്കിലും ഇന്റർവ്യൂ ചെയ്തോ, അവരെന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇതിലൊരു ഹസ്ബൻഡ് വൈഫ് ഇൻവോൾവ് ആയിട്ടുണ്ട്, ഫിഡ്ലാൻ ഐശ്വനു. ഇവർ 2 പേരും ഭാര്യ ഭർത്താക്കന്മാരാണ്. ഇവരും ഉക്രൈനിയൻസ് ആണ്. ഇവർ അതേ ഡൈവിംഗ് യൂണിറ്റിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഹെഡായ വ്ളാഡിമറിനും ഇവർക്കും യാതൊരു ബന്ധവുമില്ല. ഇവർ ഈ ഒരു മിഷന് വേണ്ടി മാത്രം ഒരുമിച്ച് ജോലി ചെയ്തവരാണ്. ഇവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ഇത്രയും വലിയൊരു ആരോപണം നിങ്ങൾക്ക് നേരെയുണ്ട്, ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഒരു തെറ്റായ ആരോപണമാണ്. ഇതിനെ സംബന്ധിച്ച് ഇതിനെതിരെ കോടതിയിൽ ഞങ്ങൾ ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ ജർമ്മനിയുടെ പക്കൽ നിന്നും പല മില്യൺ വരെ ഞങ്ങൾക്ക് നഷ്ടപരിഹാരം വാങ്ങാൻ സാധിക്കും. കാരണം ഞങ്ങൾക്കൊരു വലിയ മാനഹാനിയാണ് ഇത് കാരണം ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെ ജർമ്മനിക്കെതിരെ അവർ ചില സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. കൂടാതെ അവർ പറഞ്ഞൊരു കാര്യം, ഞങ്ങളും കൂടുതൽ ഡൈവ് ചെയ്യുന്ന ഡെപ്ത് എന്നത് 30 മീറ്റർ, 90 അല്ലെങ്കിൽ ഒരു 100 അടി വരെ മാത്രമേ കടലിനടിയിലേക്ക് ഡൈവ് ചെയ്ത് പോകാൻ സാധിക്കൂ. എന്നാൽ ഈ ഒരു സ്ഫോടനം നടന്നിരിക്കുന്നതെല്ലാം 70 മീറ്ററിൽ കൂടുതലുണ്ട്. കടലിനടിയിൽ അത്രത്തോളം പ്രഷറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ മിഷന് വേണ്ടി ട്രെയിൻ ചെയ്യപ്പെട്ട സൈനികർക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് അത്രത്തോളം എക്സ്പ്ലോസീവ് കൊണ്ടുപോയി അവിടെ വയ്ക്കുക, അല്പസമയം ആ ഒരു സാഹചര്യത്തിലായിരിക്കുക എന്നതൊക്കെ വളരെ പ്രയാസമേറിയ കാര്യമാണ്. അതൊരു സാധാരണ കാര്യമേ അല്ല. അതിനാൽ ഞങ്ങളിൽ ഈ ഒരു ആരോപണം നടത്തിയിരിക്കുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. ഉക്രൈന്റെ നാവികസേനയിൽ ആരെങ്കിലും ഒരു പക്ഷേ ഇതിൽ ബന്ധപ്പെട്ടിരിക്കാം. ഞങ്ങൾക്ക് നേരെ അടിസ്ഥാനപരമായി ഇതിൽ യാതൊരു തെളിവും ഇല്ല എന്നും അവർ പറഞ്ഞു. അപ്പോ ഈ സംഭവങ്ങളെല്ലാം നടന്ന് അവസാനിച്ചു.
ഇവരും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കാം, ഉക്രൈൻ പ്രോപ്പറായി ഒരു പദ്ധതി ഉണ്ടാക്കി അത് വ്യക്തമായി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതിൽ റഷ്യ അകപ്പെടുത്തണം എന്ന് ചിന്തിച്ച് ഉക്രൈൻ ചെയ്തൊരു കാര്യം. എന്നാൽ ജർമ്മനിയുടെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ അവസാനിച്ച് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ റഷ്യക്ക് നേരെ നടത്തിയ ആരോപണങ്ങൾ മുഴുവനും മാറിയിട്ടുണ്ട്. അപ്പോൾ വെസ്റ്റേൺ മീഡിയാസ് നമ്മളോട് കാണിക്കുന്നത് ഒരു കാര്യം, പക്ഷെ യഥാർത്ഥ സംഭവം വേറെ ആയിരിക്കും. അത് ഇതിലെന്നല്ല, മറ്റൊരുപാട് കാര്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. നമ്മളോട് കാണിക്കുന്നത് മാത്രമാണ് സത്യം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ വീണ്ടും തിരയുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ചാനൽ തന്നെ എടുക്കാം. നീ പറയുന്ന വാർത്തകൾ പല സ്ഥലങ്ങളിലും പുറത്തു വരുന്നില്ലല്ലോ, നീ ഏതിൽ നിന്നാണ് ഈ വാർത്ത എടുക്കുന്നത്, ഇതിനെന്തെങ്കിലും തെളിവുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഈ വെസ്റ്റേൺ മീഡിയാസിനും അപ്പുറം മറ്റൊരുപാട് മീഡിയാസ് ഉണ്ട്, ഒരുപാട് വിസിബിൾ ബ്ലോഗേഴ്സ് ഉണ്ട്. ഒരു ഗവൺമെന്റിൽ ഒരു നാട്ടിൽ എന്തൊക്കെ നടക്കുന്നു എന്നുള്ള പുറത്തു കൊണ്ടുവരാൻ കഴിവുള്ള ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ചില ന്യൂസ് എടുത്ത് നോക്കിയാൽ മാത്രമേ സത്യം എന്നത് മനസ്സിലാവുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ച് മീഡിയയിൽ ഒരു കാര്യം കാണിച്ചാൽ അത് സത്യമേ ആയിരിക്കില്ല. ഇപ്പൊ ഒരു സംഭവത്തിന് ശേഷം ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാകും ഈ ഒരു സ്ഫോടനത്തിന് പിന്നിൽ റഷ്യ തന്നെ ആയിരിക്കുമെന്ന്. എന്നാൽ മറ്റു ചിലർ ഇല്ല, ഇത് റഷ്യ ആയിരിക്കില്ല, മറ്റാരെങ്കിലും ഇതിൽ ബന്ധപ്പെട്ടിട്ടുണ്ടാകാം എന്ന് ചിന്തിക്കുന്നവരുമുണ്ട്. അതിനാൽ ഇതിൽ ബന്ധപ്പെട്ട നാട് തന്നെ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ അവസാനിപ്പിച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടാൽ മാത്രമേ സത്യം മനസ്സിലാവുകയുള്ളൂ ഇങ്ങനെയൊക്കെ നടന്നു എന്ന്. മറ്റ് യാതൊരു യുദ്ധത്തിലും ഇല്ലാത്ത ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ഈ നോർഡ് സ്ട്രീം പൈപ്പ് ലൈനിന്റെ എക്സ്പ്ലോഷൻ, അല്ലെങ്കിൽ അതിലുണ്ടായ വാതക ചോർച്ച. പക്ഷെ ഇതൊന്നും ഈ ലോകത്തിന് നല്ല കാര്യമേ അല്ല. ഏതൊരു കാര്യവും ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ വളരെ മോശമായി മാറും. ഇപ്പോൾ ഒരു ഘട്ടത്തിന് ശേഷം റഷ്യൻ ബോർഡറിനുള്ളിലേക്ക് യുക്രൈൻ കടക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവയെല്ലാം യുദ്ധത്തെ വലുതാക്കി മാറ്റും. അണുവായുധം ഉപയോഗിക്കാനുള്ള എല്ലാ സാധ്യതകളും, ഈ ഒരു യുദ്ധത്തിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ടുള്ള ഒരു തുടക്കമായി ഇവയെല്ലാം നമുക്ക് കാണാം. ഇപ്പോൾ ചില റിപ്പോർട്ട്സിൽ പറയുന്നത് എത്രയും പെട്ടെന്ന് അമേരിക്കയുടെ ഒഫീഷ്യൽസ് സെലൻസ്കിയെ മാറ്റാമെന്ന്. സെലൻസ്കിയുടെ പ്രവൃത്തികൾ പ്രതീക്ഷിച്ച രീതിയിൽ കിട്ടുന്നില്ല. റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്റെ പ്രോഗ്രസ് പ്രതീക്ഷിച്ച അളവിൽ ഇല്ലാത്തത് കൊണ്ട് എത്രയും പെട്ടെന്ന് സെലൻസ്കി അവിടെ നിന്ന് മാറ്റാം. അമേരിക്ക പ്രതീക്ഷിച്ച റിസൾട്ട് അയാളെ കൊണ്ട് നൽകാൻ കഴിയാത്തതിനാൽ അയാളെ മാറ്റാമെന്നുള്ള ചില റിപ്പോർട്ട്സുകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു യുദ്ധം വളരെ പ്രധാനപ്പെട്ട പോയിന്റ് നോക്കി പോവുകയാണ്. ഒന്നുകിൽ ഒരു സീസ് ഫയർ ഡീൽ വരും, റഷ്യ ഉക്രൈൻ യുദ്ധം താൽക്കാലികമായി ഒരു അവസാനത്തിലേക്ക് വരും. അതും അല്ല എന്നുണ്ടെങ്കിൽ യുദ്ധം വീണ്ടും മുന്നോട്ട് പോവുകയും അണു ആയുധം ഉപയോഗിക്കുന്നതിലൂടെ അവസാനിക്കേണ്ട ഒരു യുദ്ധമായി ഇത് മാറുകയും ചെയ്യും. അതിനുള്ള സാഹചര്യവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ചേർന്ന് റഷ്യ കോർണർ ചെയ്യുമ്പോൾ ഒരുപാട് പേർ പറയുന്നത് ഇത് റഷ്യ വേഴ്സസ് ഉക്രൈൻ യുദ്ധം എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഈ ഭാഗത്ത് റഷ്യ എന്ന ഒറ്റ നാടാണുള്ളത്. എന്നാൽ ഉക്രൈന്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു 52 രാജ്യങ്ങൾ, സൂപ്പർ പവർ രാജ്യങ്ങൾ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾ ചേർന്നാണ് ഉക്രൈന് വേണ്ടി പ്രവർത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, ഒരു എക്സ്ട്രീം പോയിന്റ് കടക്കുമ്പോൾ റഷ്യ ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിക്കേണ്ട സാധ്യതയുള്ളു. എങ്ങനെയാണോ ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തിൽ ഇറാൻ ഇസ്രായേലിനേരെ ഒരു ആക്രമണം നടത്തിയാൽ, അല്ലെങ്കിൽ ചുറ്റും 4 ഭാഗങ്ങളിലുള്ള ഇറാന്റെ അലൈഡ് ഫോഴ്സസ് ഇസ്രായേലിനുള്ളിലേക്ക് ഒരു പ്രശ്നം കൊണ്ടുവരുമ്പോൾ ഇറാനെ കൗണ്ടർ ചെയ്യാൻ ഇസ്രായേൽ ഒരു അണു ആയുധം ഉപയോഗിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എന്ന് ഇസ്രായേലിലെ ചില ഒഫീഷ്യൽസ് പറയുന്നു. അതുപോലെയായിരിക്കും ഈ സ്ഥലത്ത് റഷ്യ പറയാനുള്ള സാധ്യതയുമുണ്ട്. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.